വെൽക്കം ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സരോജിനി നായിഡുവിന്റെ ദ കോറമന്റൽ ഫിഷേഴ്സ് എന്ന പോയമാണ്. സോ വിത്തൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഫ്രീഡം ഫൈറ്ററും പോയറ്റും അതിനുപരി സ്ത്രീകളുടെ അവകാശങ്ങൾക്കു വേണ്ടി പോരാടിയിരുന്ന വ്യക്തിയായിരുന്നു സരോജിനി നായിഡു. അവരുടെ പ്രശസ്ത കവിതകളിൽ ഒന്നു തന്നെയാണ് ദ കോറമന്റൽ ഫിഷേഴ്സ് എന്ന പോയം. ഒരു മനുഷ്യന് തന്റെ ആഗ്രഹങ്ങളും കടമകളും നിറവേറ്റുവാൻ ഒരു പ്രചോദനം തന്നെയാണ് ഈ കവിത. കോറമന്റൽ തീരത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു ലിറിക്കൽ സോങ് രൂപത്തിലാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്. സ്വന്തം വീട് വിട്ട് സമുദ്രത്തിലേക്ക് പുറപ്പെടാൻ പ്രേരിപ്പിക്കുന്ന രൂപത്തിലാണ് ഈ കവിതയിലെ ഓരോ വരികളും. ഇനി നമുക്ക് ഈ കവിതയിലെ ഓരോ സ്റ്റാൻസയും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. 3 സ്റ്റാൻസകളിലായിട്ടാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് ഉണരാൻ മത്സ്യത്തൊഴിലാളികളെ പ്രേരിപ്പിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. അവരെ യാത്രക്കൊരുങ്ങുവാൻ പ്രോത്സാഹിപ്പിക്കുന്നു. കാറ്റിന്റെ ശാന്തതയും സൂര്യകിരണങ്ങളും പ്രഭാതത്തിന്റെ മനോഹാരിത വിളിച്ചുണർത്തുന്നു. ഈ ശാന്ത കാലാവസ്ഥ കപ്പൽ യാത്രക്ക് ഉചിതമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റാൻസ അവസാനിക്കുന്നത്. ഇനി സെക്കൻഡ് സ്റ്റാൻസയിലോട്ട് വരുമ്പോൾ മത്സ്യത്തൊഴിലാളികളോട് അവരുടെ വലകൾ സമാഹരിച്ച് സമുദ്രയാത്ര തുടങ്ങാൻ പറയുകയാണ് കവി. ഇവിടെ കവി ലീപ്പിംഗ് വെൽത്ത് ഓഫ് ദ ടൈഡ് എന്ന ഫ്രേസ് ഉപയോഗിച്ചിരിക്കുന്നു. കടലിലെ മത്സ്യങ്ങളെയാണ് ഈ ഫ്രേസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ സമുദ്ര മത്സ്യങ്ങളാണ് ഇവരുടെ ജീവിത മാർഗവും. അതുകൊണ്ടാണ് അവയെ വെൽത്തുമായി കമ്പയർ ചെയ്തിരിക്കുന്നത്. കവി മത്സ്യത്തൊഴിലാളികളെ സമുദ്രത്തിലെ രാജാക്കന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇതിലൂടെ അവർക്ക് പ്രകൃതിയുമായിട്ടുള്ള മാസ്റ്ററിയും സൊസൈറ്റിയിലെ റോളുമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇനി അവസാന സ്റ്റാൻസയിലൂടെ മത്സ്യത്തൊഴിലാളികൾക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തെയാണ് തുറന്നു കാട്ടുന്നത്. കടലാക്രമണങ്ങളെ കുറിച്ച് അവർ ബോധവാന്മാരാണ്. എങ്കിലും അവർ കടൽ യാത്രക്ക് തയ്യാറാണ്. കാരണം എന്താണ്? സമുദ്രദേവനിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. ദൈവം അവരെ സംരക്ഷിക്കുമെന്ന് അവർക്ക് ഉറപ്പാണ്. ഈ വിശ്വാസം മത്സ്യത്തൊഴിലാളികളുടെ ധൈര്യവും പ്രതിരോധന ശേഷിയും തുറന്നു കാട്ടുന്നു. സോ ഇനി നമുക്ക് ഇതിലെ കീ തീംസ് എന്തൊക്കെയെന്ന് നോക്കാം. The first one is unity and community spirit. Second, harmony with nature. Third one is courage and optimism. And the fourth one is spirituality and trust. സോ ഇൻ നട്ട്ഷെൽ നമുക്ക് എന്ത് പറയാം? സരോജിനി നായിഡുവിന്റെ ദ കോറമന്റൽ ഫിഷേഴ്സ് എന്ന പോയം മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് മാത്രമുള്ള ഒരു കവിതയല്ല, മറിച്ച് ഓരോ മനുഷ്യന്റെയും കടമകളുടെയും ആഗ്രഹങ്ങളുടെയും അതുപോലെ സാഹസികതയുടെയും പ്രതീകമാണ് ഈ കവിത. തന്റെ ഇമാജിനേഷനിലൂടെയും റിതമിക് ലാംഗ്വേജിലൂടെയും മനുഷ്യനും സമുദ്രവും തമ്മിലുള്ള ബന്ധത്തെ വളരെ മനോഹരമായി വായനക്കാർക്ക് മുന്നിൽ തുറന്നു കാട്ടുവാൻ സരോജിനി നായിഡുവിന് സാധിച്ചിരിക്കുന്നു. ഇതാണ് സരോജിനി നായിഡുവിന്റെ ദ കോറമന്റൽ ഫിഷേഴ്സ് എന്ന പോയത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. So now it's time to wind up today's video. If you like my videos, please keep supporting and thank you for watching.